ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാധമ്മ വേണുവേട്ടനോട് ചോദിക്കുന്നു, അല്ല വേണുവേട്ട, നമ്മുടെ ശ്രീമോളെ ഇങ്ങനെ പ്രസവം വരെ അവിടെ നിർത്തിയാൽ മതിയോ? എൻ്റെ രാധെ, ഞാനത് ആലോചിക്കാഞ്ഞിട്ടല്ലടി. അവനോട് ചെന്ന് ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ മറുപടി എന്തായിരിക്കും എന്ന് ഓർത്തിട്ടുള്ള പേടിയാ. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരല്ലേ, വായിൽ നിന്ന് എന്തുവാ വരുന്നതെന്നറിയാൻ പറ്റത്തില്ലല്ലോ. ഈ പക്വതയില്ലാത്ത പിള്ളേരോടൊന്ന് വഴക്കിടാൻ എനിക്ക് വയ്യേ. അതിന് വഴക്കല്ലല്ലോ വേണുവേട്ട, നമ്മുടെ കുഞ്ഞിന്റെ കാര്യമല്ലേ നമ്മൾ പറയുന്നത്. എന്ത് ചെയ്യാനാടി രാധേ, നമ്മുടെ കുഞ്ഞിനെ ഒന്ന് കാണണമെങ്കിൽ പാത്തും പതുങ്ങിയും വേണം ചെല്ലാൻ. അതായി പോയി ഒരവസ്ഥ. നമ്മുടെ മോൻ രാജുവേ, ആ രമ്യയെ കല്യാണം കഴിക്കാത്തതിന്റെ ദേഷ്യം ഹരീഷ് ഇങ്ങനെ നമ്മളോടങ്ങ് തീർക്കുക. അവന്റെ വൈരാഗ്യവും ദേഷ്യമൊക്കെ അവന്റെ കയ്യിലിരിക്കട്ടെ വേണുവേട്ട. ആഹാ, അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതങ്ങ് അവന്റെ കയ്യിലിരിക്കട്ടെ. നമ്മുടെ അടുത്ത് അവനത് ചെലവാക്കാൻ നോക്കണ്ട. നമ്മുടെ മോളെ കാണാനുള്ള അവകാശം നിഷേധിക്കാൻ അവനിങ്ങ് വരട്ടെ. അതങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ വേണുവേട്ട. എന്താ അവൻ കരുതിയിരിക്കുന്നത്? ഇതെന്താ വെള്ളരിക്കാ പട്ടണമോ? അത് കേട്ടിട്ട് നമ്മുടെ വേണുവേട്ടൻ പറയുക, ഇല വന്ന മുള്ളേ വീണാലും മുള്ളു വന്ന ഇലയെ വീണാലും മുറിയുന്നത് ഇല തന്നല്ലേ. ആരോ പറഞ്ഞ പഴമൊഴിയാണെങ്കിലും അതല്ലേ രാധമ്മേ സത്യം. അതിന് വേണുവേട്ട, ആ ഹരീഷ് കുറച്ച് മുഷീവായിരിക്കും. പക്ഷെ പറയാനുള്ള കാര്യം നമുക്ക് പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. നാട്ടുനടപ്പനുസരിച്ച് ശ്രീമോളുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മളാണ് നോക്കേണ്ടത്. നീ പറയുന്നതൊക്കെ ശരിയാരാതെ, പക്ഷെ ഹരീഷിന്റെ അടുത്ത് നിന്ന് എങ്ങനെ സംസാരിക്കും? എന്തായാലും നമുക്ക് നോക്കാം. ഈ പിള്ളേരെന്താ വേണുവേട്ട ഇത്രയും താമസിക്കുന്നത്? സമയം 3 കഴിഞ്ഞല്ലോ. റോഡിലോട്ട് നോക്കിയിട്ട് വേണുവേട്ടനും പറയുന്നു, അത് തന്നെയാടി ഞാനും ആലോചിക്കുന്നത്. രാജുവും ഋതിക മോളും ഇതുവരെ ഇങ്ങ് എത്തിയില്ലല്ലോ. വേണുവേട്ടൻ അവരെ ഒന്ന് വിളിച്ചു നോക്കിക്കേ. ഈ സമയം ഋതികയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് രാജുവിന്റെ ബൈക്കിൽ കയറാതെ ഇങ്ങനെ നടന്നു വരുവാണ്. രാജു ആണെങ്കിലോ, മേഡം ഇനിയെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. മേഡം ഈ വണ്ടിയിലോട്ടൊന്ന് കേറ് പ്ലീസ്. മേഡം ഈ വണ്ടിയിലോട്ടൊന്ന് കേറ്. വേണ്ട, ആളുകൾ തെറ്റിദ്ധരിക്കും. ഞാൻ മേഡത്തിനെ ശല്യം ചെയ്യുന്ന പൂവാലനാണെന്ന് വിചാരിക്കും. ഈ സമയത്ത് രാജുവിന്റെ ഫോണിലോട്ട് വേണുവേട്ടന്റെ കോൾ വരുന്നുണ്ട്. മേഡം വേണ്ട, അച്ഛനാണ് വിളിക്കുന്നത്. അത് കേട്ട് ഋതിക അവിടെ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്താ അച്ഛാ വിളിച്ചത്? എടാ മക്കളെ, നിങ്ങളിത് എവിടെയാ? എന്താ ഇത്രയും താമസിക്കുന്നത്? അത് അച്ഛാ, ഞാനും മേഡവും കൂടെ വെറുതെ ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി ബീച്ചിലോട്ടൊന്ന് വന്നതാ. ആ, നല്ല കാര്യം. എന്നാലേ മോനെ നേരത്തെ ഇങ്ങ് പോരണേ, സമയം ഒരുപാടാകുന്നുണ്ട്. കാറ്റും മഴയൊക്കെ ഉണ്ട്, അതുകൊണ്ട് വേഗം ഇങ്ങ് പോരെ. ശരി അച്ഛാ, ഞങ്ങളൊരു 10 മിനിറ്റിൽ അവിടെ അങ്ങ് എത്തും എന്ന് പറഞ്ഞിട്ട് രാജു ഫോൺ കട്ട് ചെയ്യുവാണ്. ഋതിക അപ്പോൾ രാജുവിനോട് ചോദിക്കുന്നത്, വീട്ടിലേക്കോ? ഏത് വീട്ടിലേക്ക്? അതെന്താ മേഡം അങ്ങനെ ചോദിച്ചത്? നമ്മുടെ വീട്ടിലേക്ക്. ഞാൻ പോകുന്നതേ എന്റെ വീട്ടിലേക്കാ രാജു. എന്നെ വേണ്ടാത്ത ആളിനോടൊപ്പം ഞാൻ എന്തിനാ ജീവിക്കുന്നേ? അത് കേട്ട് രാജു അങ്ങ് തകർന്നു പോയി. മേഡം എന്നിങ്ങനെ വിളിക്കുവാണ്. എന്നെ ഒരു ഭാര്യയായിട്ട് സ്വീകരിക്കാത്ത ആളിനോടൊപ്പം എന്തിനാ ഇനി ഇങ്ങനെ ഒരു ബന്ധം? സങ്കടത്തോടെ രാജു പറയാം, മേഡം എന്നെ ഇങ്ങനെ ഹൃദയത്തിൽ കുത്തി നോവിച്ച് സംസാരിക്കരുത്. ഞാൻ മേഡത്തെ സ്നേഹിച്ചിട്ടില്ലെന്ന് മാത്രം മേഡം പറയരുത്. അതെനിക്ക് തീരാ വേദനയാ മേഡം. എനിക്ക് അതൊന്നും കേൾക്കണ്ട രാജു. പറ്റില്ല, മേഡം കേട്ടേ മതിയാവൂ. എനിക്ക് മേഡത്തിനോട് പറയണം. എനിക്കൊരല്പം പോലും ദേഷ്യത്തോടെ മേഡത്തിനോട് സംസാരിക്കാൻ പോലും കഴിയില്ല. അന്ന് നമ്മുടെ കല്യാണം നടന്ന സാഹചര്യം മേഡത്തിനു കൂടി അറിയാവുന്നതല്ലേ. ആ രമ്യയും അവിടെ ആൾക്കാരും എൻ്റെ അമ്മയും ചേർന്ന് എനിക്കെതിരായിട്ട് നിൽക്കുന്ന സമയം. അപ്പോഴാണെങ്കിൽ എൻ്റെ മനസ്സ് എൻ്റെ പരിധിയിൽ നിൽക്കുന്നില്ല മേഡം. രാജു അങ്ങനെ പറയുമ്പോൾ ഋതിക ദേഷ്യത്തോട് രാജുവിനെ നോക്കിയിട്ട് അങ്ങ് നടന്നു പോവുകയാണ്. ഈശ്വര, മേഡത്തിനോട് ഇതൊന്നും പറയേണ്ടിയിരുന്നില്ല. ദൈവമേ, ഇനി ഇത് ഞാൻ എങ്ങനെ പരിഹരിക്കും? മേഡം മേഡമെന്ന് വിളിച്ച് രാജു ഇങ്ങനെ പുറകെ പോവുകയാണ് ഋതികയുടെ. രാജുവിനെയും ഋതികയും കാണാൻ രാധമ്മ ആകെ വിഷമിക്കുവാണ്. അല്ല, ഈ പിള്ളേർ ഇതുവരെയും കാണുന്നില്ലല്ലോ. എന്താടി രാധമ്മേ, അവർ 1.5 2 വയസ്സുള്ള പിള്ളേരൊന്നും അല്ലല്ലോ. അവര് മുതിർന്ന കുട്ടികളല്ലേ. ലോകവിവരവും നല്ല വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള മക്കളല്ലേ. അവരിങ്ങ് വരും, നീ പേടിക്കാതിരിക്കേ. ഞാൻ എന്തു പറഞ്ഞ് ആശ്വസിപ്പിച്ചാലും നിന്റെ കണ്ണ് വഴിയിലും മനസ്സു മക്കളിലുമാണ്. ഈ സമയം ഋതിക അങ്ങോട്ട് സ്പീഡിൽ നടന്നു വരികയാണ്. രാജുവാണ് ഈ ബൈക്ക് ഉന്തിക്കൊണ്ട് പുറകെയും വരുന്നുണ്ട്. അവരെ കണ്ടിട്ട് രാധമ്മ പറയാം, തേണ്ട വേണുവേട്ടാ നോക്കിക്കേ. അപ്പോഴവർ രണ്ടുപേരും ഇങ്ങനെ സംശയത്തോടെ നോക്കുവാണ്. രാജുവും ഋതികയും കൂടി അങ്ങനെ അകത്തോട്ട് കയറി വരുമ്പോൾ വേണുവേട്ടൻ ചോദിക്കുന്നത്, എന്താടാ നിന്റെ ബൈക്കിന് ഇതെന്തു പറ്റി? അത് അച്ഛാ, ഒരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിളാ, അല്ലാതെ വേറൊന്നുമില്ല. അല്ല, പ്രിയേച്ചിയും അളിയന്റെ അമ്മയൊക്കെ എവിടെ പോയച്ചാ? അപ്പോൾ രാധമ്മ പറയുന്നുണ്ട്, അവര് 3 പേരും കൂടെ അമ്പലത്തിൽ ഭജനയ്ക്ക് പോയിരിക്കുവാ മോനെ. ഈ സമയം ഒന്നും സംസാരിക്കാതെ ഇങ്ങനെ നിൽക്കുവാണ് ഋതിക.
രാധമ്മയും വേണുവേട്ടനും അത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ ഒരു പന്തികേട് പറ്റിയിട്ടുണ്ടല്ലോ എന്നവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. വേണുവേട്ടൻ അങ്ങനെ രാധമ്മയോട് പറയുന്നത്, നീ അകത്ത് പോയി പിള്ളേർക്ക് കുറച്ച് വെള്ളം ചൂടാക്കടി എന്ന് പറയുമ്പോൾ രാധമ്മ അകത്തോട്ട് കയറി പോവുകയാണ്. ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്ന ഋതികയെ ഒന്ന് നോക്കിയിട്ട് രാജു അകത്തോട്ട് കയറി പോവുകയാണ്. രാജു പോയ പിറകിന് ഋതികയും അകത്തോട്ട് പോകുന്നുണ്ട്. പക്ഷെ വേണുവേട്ടൻ മനസ്സിൽ പറയുന്നു, ഇവര് തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടല്ലോ. രാജുവാണെങ്കിൽ റൂമിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ മനസ്സിൽ പറയുക, ഇന്ന് മേഡം വന്നിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കണം. എല്ലാം തുറന്ന് സംസാരിക്കാത്തതിന്റെ പേരില ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. മേഡത്തിന്റെ അമ്മ പറഞ്ഞിട്ട് തന്നെയാണ് ഈ കല്യാണം നടന്നത്, അത് സത്യം തന്നെയാ. പക്ഷെ ഇപ്പോൾ ഈ മനസ്സ് മുഴുക്കെ എൻ്റെ ഋതിക മേഡം തന്നെയാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഋതിക മേഡത്തെ തന്നെയാണ്. മേഡം ഇല്ലാതെ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. മേഡം എന്നോട് പിണങ്ങുമ്പോൾ എനിക്കുണ്ടാകുന്ന മാനസിക വേദന എന്താണെന്ന് പറയാൻ പറ്റില്ല മേഡം. എന്തായാലും മേഡം അകത്തോട്ട് വരുമ്പോൾ ഇനിയുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയണം. എങ്കിൽ മാത്രമേ എനിക്കൊന്ന് സമാധാനം കിട്ടത്തുള്ളൂ. ഈ സമയത്ത് മുറിയിലോട്ട് വന്ന ഋതിക രാജുവിനെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ തലമുടി ചെയ്യുവാണ്. രാജുവാണെങ്കിൽ ഋതികയെ നോക്കി ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുവാണ്. എന്നിട്ട് മനസ്സിൽ പറയുന്നു, എത്ര സുന്ദരിയാ എൻ്റെ ഋതിക മേഡം. എന്തായാലും ഇന്നെല്ലാം തുറന്നു പറയാം. എൻ്റെ ഭഗവാനെ എൻ്റെ കൂടെ ഒപ്പം നിന്നോണേ. അങ്ങനെ രാജു ഋതികയുടെ പിന്നിൽ നിന്ന് മേഡം എന്ന് വിളിക്കുമ്പോൾ ഋതിക ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുവാണ്. ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് രാജു എന്നോട് ചെയ്തത്. എന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കൊക്കെ രാജു മുറിവേൽപ്പിച്ചു. ഒരു പെണ്ണിന്റെ മനസ്സെന്താണെന്ന് രാജുവിന് അറിയില്ല. ഞാൻ രാജുവിനെ സ്നേഹിച്ചത് ഒരു വലിയ തെറ്റായിട്ടാണ് രാജു കാണുന്നത്. രാജു സങ്കടത്തോടെ തകർന്നു പോയിട്ട് ഇങ്ങനെ പറയുക, അയ്യോ അല്ല മേഡം. ഋതിക കരഞ്ഞുകൊണ്ട് പറയുക, എന്റെ ലൈഫ് നശിപ്പിച്ചു, അത് ഞാൻ തന്നെയാണ് നശിപ്പിച്ചത്. എനിക്കൊരല്പ സമാധാനം വേണം. ഞാൻ ആ പുറത്തെവിടെങ്കിലും പോയി ഇരിക്കട്ടെ. രാജു പെട്ടെന്ന് ഋതികയുടെ തോളിൽ ഇങ്ങനെ കൈവെക്കാൻ പോകുമ്പോൾ ഋതിക അങ്ങ് തടയുവാണത്. മേഡം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഋതിക ഇങ്ങനെ തൊഴുതിട്ട് പറയാം, അയ്യോ വേണ്ടായേ. അതൊന്നും കേൾക്കാനുള്ള ശക്തിയും എനിക്കില്ല, അതിനുള്ള ഒരു മൂഡും എനിക്കില്ല. അങ്ങനെ ഋതിക രാജുവിനോട് പറഞ്ഞിട്ട് മുറിയിൽ നിന്നും പുറത്തോട്ടിറങ്ങി പോവുകയാണ്. സഹിക്കാൻ പറ്റാത്ത വേദനയോടെ രാജു ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ഋതികയെ. അങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങി വന്ന ഋതിക കണ്ണുനീരോടുകൂടി ഇങ്ങനെ പലതും ആലോചിക്കുവാണ്. രാജു ഋതികയുടെ കഴുത്തിൽ നിന്ന് താലി കെട്ടിയതൊക്കെ ഇങ്ങനെ ഋതിയെ ഓർത്തു നോക്കുവാണ്. എന്റെ അമ്മയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് രാജു എന്നെ വിവാഹം കഴിച്ചത്, അല്ലാതെ രാജുവിന് ഇഷ്ടമുണ്ടായിട്ടല്ല. അങ്ങനെ ആദ്യ രാത്രിയിൽ രാജു പറഞ്ഞതൊക്കെ ഇങ്ങനെ ഋതിയെ ഓർക്കുവാണ്. നമ്മുടെ വിവാഹം കഴിഞ്ഞുവെങ്കിലും നമ്മൾ ഒന്നിച്ചുള്ള ജീവിതമൊക്കെ പഴയതുപോലെ മാത്രം മതി എന്നിങ്ങനെ രാജു പറഞ്ഞത് ഓർത്ത് കരയുവാണ്. അപ്പോൾ വേണുവേട്ടൻ ഒരു കപ്പ് ചുക്കുകാപ്പിയൊക്കെ ആയിട്ട് ഋതികയുടെ അടുത്തോട്ട് വരുവാണ്. രാത്രിയിൽ മഴയൊക്കെ നനഞ്ഞതല്ലേ മോളെ ചുക്കുകാപ്പി അങ്ങോട്ട് കുടിക്ക്. ഋതിക കാപ്പി വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. അപ്പോൾ വേണുവേട്ടൻ അവിടെ അങ്ങോട്ട് മാറിയിരുന്നിട്ട് പറയുവാണ്, പണ്ട് വലിയ മനപ്രയാസങ്ങൾ വരുമ്പോൾ തറവാടിന്റെ മുറ്റത്ത് വർമ്മസാറും ഇതുപോലെ നടക്കാറുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് അവരവര് തന്നെ അങ്ങ് പറഞ്ഞു തീർക്കണം. മറ്റാരെയും അതിലോട്ട് ഇടപെടുത്താൻ പാടില്ല. ഞാൻ അതിൽ ഇടപെടാനോ മധ്യസ്ഥനായിട്ട് വരാനോ ഒന്നുമല്ല പറയുന്നത്. ഒരച്ഛന്റെ വേവലാതി, അതുകൊണ്ട് ചോദിച്ചതാ. എന്താ മോളെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട, അത് നിങ്ങൾ തന്നെ അങ്ങ് പരിഹരിച്ചാൽ മതി. ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോൾ ഇണക്കവും പിണക്കവും ഒക്കെ സർവ്വസാധാരണമാണ് മോളെ. ഈ ഇണക്കത്തിന്റെ മാറ്റുകൂട്ടാൻ പിണക്കങ്ങളും കൂടെ നല്ലതാ. പക്ഷെ ഏത് പിണക്കവും ഒരു 5-10 മിനിറ്റിന് അപ്പുറത്തേക്ക് പോകരുത്. അത് പിന്നെ ഇരു കൂട്ടർക്ക് നല്ല വേദനയായി മാറും. എന്തിനാ പിന്നെ ദൈവം ദാനം തന്ന ഈ ജീവിതം നീറിപ്പുകഞ്ഞു കളയുന്നത്? മോള് കണ്ടില്ലേ ഞാനും രാധമ്മയും തമ്മിലുള്ള പിണക്കം? ഞങ്ങൾ തമ്മിൽ അങ്ങനെ പിണങ്ങാറൊന്നുമില്ല. പക്ഷെ ആ പിണക്കം നീണ്ടുപോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എത്ര വേദന അനുഭവിച്ചെന്ന് മോക്കറിയാവോ? അപ്പോൾ ഋതിക വേണുവേട്ടനോട് പറയുക, അങ്കിൾ, ഞാനിപ്പോഴൊരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. എന്റെ മനസ്സിലെ തീ ഒന്ന് കെട്ടടങ്ങണമെങ്കിൽ എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയണം. അതിന് എന്നെ സഹായിക്കാൻ അങ്കിളിന് മാത്രമേ കഴിയൂ. എന്താ മോളെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? മോൾ എന്റെ മോളല്ലേ. ഞാൻ എങ്ങനെയാ മോളെ സഹായിക്കേണ്ടതെന്ന് മാത്രം മോൾ പറഞ്ഞാ മതി. അപ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഋതിക പറയുന്നു, എനിക്ക് എൻ്റെ അമ്മയെക്കുറിച്ച് അറിയണം. അമ്മയുടേത് മാത്രമല്ല, എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കഥ എനിക്ക് അറിയണം. അവര് രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചതെന്ന് അമ്മാമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അവരെന്തിനാ പിരിഞ്ഞത് അത് അങ്കിളിനറിയാം. അങ്കിൾ അത് എന്നോട് തുറന്നു പറയണം. അത് മോളെ മുഴുവനായിട്ടൊന്നും എനിക്കറിയില്ല.
പക്ഷെ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ മോളോട് പറയാം. ഞാനിപ്പോഴിത് പറയുന്നത് മോൾ എൻ്റെ മരുമകളായതുകൊണ്ട് മാത്രമല്ല. മോൾ എനിക്കുകൂടി പ്രിയപ്പെട്ട കോവിലകത്തെ കുട്ടിയാണ്, സൂര്യമംഗലത്തെ കുട്ടി. അറിയേണ്ടതൊക്കെ അറിഞ്ഞേ പറ്റൂ. ഒരു സാധാരണക്കാരനാണ് എൻ്റെ മകൻ രാജു. ഇത്രയും വലിയ തറവാട്ടിലെ ഒരു പെൺകുട്ടി അവന്റെ ജീവിതത്തിലേക്ക് വന്നില്ലേ? അതുപോലെ ജീവിതം എന്ന് പറയുന്നത് ഒരു മഹാ അത്ഭുതം തന്നെയാണ്. നമ്മളെയൊക്കെ ഇങ്ങനെ പരസ്പരം കൂട്ടിമുട്ടിക്കുന്ന ദൈവത്തിന്റെ ഓരോ കളികളാണ്. ഈ ലോകത്തുള്ള മുഴുവൻ പേരുടെയും, മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും ഇനി ജനിക്കാൻ പോകുന്നവരുടെയും ചരിത്രമല്ല എഴുതി വച്ചിട്ടേ മൂപ്പരങ്ങ് തട്ടുംപുറത്ത് കിടന്നുറങ്ങുക. വർഷങ്ങൾക്ക് മുമ്പ് മഹാദേവവർമ്മ സാറിന്റെ രാഷ്ട്രീയ തിരക്കുകളൊന്നുമില്ലാത്ത ഒരു ദിവസം ഞാനും സാറും കൂടി സാറിന്റെ അവധി ദിവസം ആഘോഷിക്കാൻ വേണ്ടി പാണ്ഡവപ്പാറയിലുള്ള കോവിലകത്തോട്ട് പോകുകയായിരുന്നു. ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന എന്നോട് മഹാദേവവർമ്മ സാർ ചോദിച്ച്, ഈ കുറുപ്പ് എങ്ങനെയുണ്ടോ, കാര്യസ്ഥ പണിക്കൊക്കെ പ്രാപ്തനല്ലേ എന്നൊക്കെ എങ്ങനെ ചോദിച്ചിരുന്നു. സാറേ, അത് കുറുപ്പിനെ ഏൽപ്പിച്ചാൽ എല്ലാ കാര്യവും ഭംഗിയായിട്ട് തന്നെ നടത്തിക്കോളും. അപ്പൊ മഹാദേവവർമ്മ പറയുന്നുണ്ട്, അങ്ങനെ ഒരാളെയാണ് നമുക്ക് കോവിലകത്തേക്ക് ആവശ്യം. എപ്പോഴും കോവിലകത്തുണ്ടാകുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ വേണുവേട്ടൻ പറയുന്നുണ്ട്, കോവിലകം വിട്ട് എങ്ങോട്ടും കുറുപ്പ് പോകില്ല. എങ്ങോട്ട് പോകാനാ? ജോലി ചെയ്യണം, ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, അത്ര മാത്രമേ ഉള്ളൂ കുറുപ്പിന്. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരിങ്ങനെ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പ്രതാപവർമ്മ ഒരു ബാഗൊക്കെ ഇങ്ങനെ തോളിലിട്ടുകൊണ്ട് ഇങ്ങനെ നടന്നു വരുന്നത് കാണുന്നുണ്ട്. പ്രതാപനല്ലേ വേണു ആ വരുന്നത്? ഇവനിത് എങ്ങോട്ട് പോവുക? വേണു വണ്ടി ഒന്ന് നിർത്തിക്കേ, ഞാൻ ചോദിക്കട്ടെ അവൻ എവിടെയോട്ട് പോവുകയാണെന്ന്. അപ്പോൾ സൈഡിലോട്ട് വണ്ടി ഒതുക്കി വേണുവേട്ടൻ അങ്ങനെ ഇടുവാണ്. മഹാദേവവർമ്മയെ കണ്ടിട്ട് ടെൻഷനോടി പ്രതാപൻ അങ്ങനെ നിൽക്കുവാണ്. നീ ഇതെവിടെ പോവുക ബാഗും ഒക്കെ തൂക്കിക്കൊണ്ട് എന്നോടൊന്നും പറയാതെ? അപ്പോൾ പ്രതാപൻ ഒരുമാതിരി സങ്കടത്തോടെ കുനിഞ്ഞു നിന്നോണ്ട് പറയുന്നുണ്ട്, അത് ഞാൻ സാറിനോട് ചോദിച്ചാൽ സാറ് സമ്മതിക്കത്തില്ല, അതുകൊണ്ടാ പറയാതെ പോകാമെന്ന് കരുതിയത്. അതിന് നിനക്ക് നല്ലത് വല്ലതും വരുന്ന കാര്യമാണെങ്കിൽ ഞാൻ എതിര് നിൽക്കത്തില്ലല്ലോ. നീ ഇതിപ്പോ എങ്ങോട്ടാ പോകുന്നത്? അനാഥരായ ഞങ്ങൾക്ക് സാർ ഒരു ജീവിതം തന്നു, ഞങ്ങളെ പഠിപ്പിച്ചു. ശേഖരനെ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും സാറിനെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. അതിന് ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഇന്ന് വരെ തോന്നിയിട്ടില്ലല്ലോ. ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തില്ലെങ്കിൽ ജീവിതത്തിന് പിന്നെ എന്തർത്ഥമാണുള്ളത്? പ്രതാപൻ അപ്പോൾ പറയുവാണ്, സാറേ, ഞാനൊരു ജോലി അന്വേഷിച്ച് മദ്രാസിലോട്ട് പോവുകയാണ്. അതിന് ജോലി അന്വേഷിച്ചാൽ ഇവിടെയും കിട്ടുമല്ലോ. എന്താ നിന്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാ പറ. എന്തായാലും നീ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാനായിട്ട് നിന്നെ ഇനി വിലക്കുന്നില്ല, നീ പോയിട്ട് വാ. സാറിന്റെ അനുഗ്രഹം എനിക്ക് ഉണ്ടാകണം എന്നിങ്ങനെ പ്രതാപൻ പറയുന്നുണ്ട്. നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാ, എന്റെ അനുഗ്രഹം ആവോളം ഉണ്ട്, അതുകൊണ്ട് നീ പോയിട്ട് വാ. അങ്ങനെ പ്രതാപൻ നടന്നു പോകുന്ന നോക്കി മഹാദേവവർമ്മ സാർ കുറെ നേരം അങ്ങനെ ഇരുന്നു. വേണു, ഇനി വണ്ടി എടുക്ക് എന്ന് പറഞ്ഞ് അവർ തുടർന്ന് മഹാദേവവർമ്മ സാറും വേണുവേട്ടനും കൂടെ കോവിലകത്തോണ്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഈ സമയം സരസ്വതി അമ്മയുടെ മുന്നിൽ പത്മാവതി നല്ലതുപോലെ നൃത്തമൊക്കെ ചെയ്തിങ്ങനെ കാണിക്കുക. അതിനടുത്ത് തന്നെ കുശുമ്പോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അംബിക. അംബിക ഇങ്ങനെ മനസ്സ് നിറച്ച് കുശുമ്പ് വെച്ചോണ്ട് മനസ്സിൽ പറയുന്നുണ്ട്, ഓ, ഞാൻ നൃത്തം പഠിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളൊക്കെ എത്ര നന്നായിട്ട് ഞാൻ കളിച്ചേനെ. എന്ത് ചെയ്യാനാ, എന്റെ നൃത്തം പഠിക്കാനുള്ള മോഹമൊന്നും നടക്കത്തില്ലല്ലോ. അപ്പോഴങ്ങോട്ട് മഹാദേവവർമ്മ സാറും വേണുവേട്ടനോട് അങ്ങോട്ട് കടന്നു വരുവാണ്. പെട്ടെന്ന് അച്ഛനെ കണ്ടപ്പോൾ പത്മാവതി നൃത്തം നിർത്തുവാണ്. അയ്യോ, നൃത്തം നിർത്തല്ലേ മോളെ, എന്റെ മോടെ സർഗവാസന അച്ഛനൊന്ന് കാണട്ടെ. അങ്ങനെ പത്മാവതിയുടെ നൃത്തമൊക്കെ കണ്ട് മഹാദേവവർമ്മ വളരെ സന്തോഷത്തോടെ പത്മാവതിയുടെ തലയിൽ തലോടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്റെ മോക്ക് സരസ്വതിയുടെ വരം നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സരസ്വതിയമ്മ പറയുന്നു, എനിക്ക് പേരിൽ മാത്രമേ ഉള്ളൂ സരസ്വതി, ദേവിയുടെ ഒരു കലാകാരുണ്യവും എനിക്ക് കിട്ടിയില്ല. മഹാദേവവർമ്മ പറയുന്നുണ്ട്, ഇവളെന്റെ അച്ചമ്മയുടെ തനി പകർപ്പ, എന്റെ അച്ചമ്മ ഇതുപോലെ വലിയൊരു നർത്തകിയായിരുന്നു. സരസ്വതിയമ്മ ചോദിക്കുന്നുണ്ട്, അല്ല, നമ്മളുടെ മോടെ നൃത്തം നമ്മൾ മാത്രം കണ്ടാൽ മതിയോ? ഇതിനൊരു അരങ്ങേറ്റമൊക്കെ വേണ്ടേ? നമുക്ക് ദക്ഷിണ മൂകാംബികയിലോ ഉത്തര മൂകാംബികയിലോ പോയി മോടെ അരങ്ങേറ്റം നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട് മഹാദേവവർമ്മയും സരസ്വതിയമ്മയും ചേർന്ന്. എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ എന്ന് കരുതി അംബിക പറയുക, അതുവരെ പ്രാക്ടീസ് ഒന്നും മുടക്കരുത് കേട്ടോ. അപ്പോൾ മഹാദേവവർമ്മ പറയുന്നുണ്ട്, ഇവിടെ ആരും ഇല്ലേ, ഞങ്ങൾക്ക് കുടിക്കാൻ അല്പം സംഭാരം വേണമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അംബിക, അയ്യോ, ഞാനിപ്പോ എടുത്തോണ്ട് വരാവേ എന്നും പറഞ്ഞ് അകത്തോട്ട് പോവുകയാണ്. ഈ സമയം മഹാദേവവർമ്മ സരസ്വതി അമ്മയോട് പറയുന്നു, ഞാൻ പ്രതാപനെ കണ്ടിരുന്നു, അവൻ മദ്രാസിലോട്ട് പോവുക ജോലി അന്വേഷിച്ചെന്ന്. മഹാദേവവർമ്മ ഇങ്ങനെ പറയുന്നത് പത്മാവതി അകത്തുനിന്ന് ഇങ്ങനെ കേൾക്കുവാണ്. പത്മാവതി ആകെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുവാണ്.
അപ്പോൾ ഫ്രണ്ട്സ്, പത്മാവതിയുടെ പ്രേമാഭ്യർത്ഥന നിരസിച്ചിട്ടാണോ ഇനി പ്രതാപൻ പേടിച്ചിട്ട് മദ്രാസിലോട്ട് പോയത്? ഇനി അതിനെക്കുറിച്ചുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.